സുജയ്, എനിക്ക് തോന്നുന്നു സൈന്യവും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ, വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ, SDRFിൻ്റെയും NDRFിൻ്റെയും സംഘം, പോലീസിൻ്റെ SIT ഇവരെല്ലാവരും അവിടെയുണ്ട് എന്നാണ്. മഴ പെയ്തു തുടങ്ങുന്നു, അത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണല്ലേ? മഴ നടക്കുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. അതായത് ഇനിയിപ്പോൾ തോരാനുള്ള സാധ്യത കുറവാണ്. മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ആദ്യമായി പോയ സംഘത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ നിന്നും 40 പേരാണ് വന്നത്. അതിൽ 6 പേരെയാണ് ആദ്യ ടീമിൽ വിട്ടത്. രണ്ടാമതായി സേവാഭാരതിയുടെ ടീമാണ് വന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അവരിൽ 40 പേരെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സൈന്യത്തിനൊപ്പം വിട്ടിരിക്കുകയാണ്. മുണ്ടക്കൈ ഭാഗത്തേക്കാണ് ആദ്യം വന്ന ഈ 46 പേരെ ഇപ്പോൾ കടത്തിവിട്ടിരിക്കുന്നത്. കൃത്യമായി ID കാർഡുകളടക്കം പരിശോധിച്ചുകൊണ്ടാണ് വിടുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഐഡിയൽ റിലീഫ് വിംഗ് കേരള എന്ന സംഘടനയാണ്. IRWന്റെ ടീമാണ് ഇപ്പോൾ ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. എത്ര പേരാണ്, കൃത്യമായി അവരുടെ ID പ്രൂഫ്, അതായത് ആരൊക്കെയാണ് കടന്നു പോകുന്നത്, ആരാണ് അവിടെ ഉള്ളത് എന്നത് കൃത്യമായി വിലയിരുത്തിയതിനു ശേഷമാണ്. നിങ്ങളുടെ എത്ര ടീമിന് ഇപ്പോൾ പെർമിഷൻ ഉണ്ട്? എത്ര പേർ? 50 ആൾക്കാർക്കുള്ള പെർമിഷൻ. 50 IRWന്റെ ടീമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവർ ഐഡിയൽ റിലീഫ് വിംഗ് കേരള. നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്? പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്നത് IRWന്റെ ടീമാണ്. IRWന്റെ സന്നദ്ധ പ്രവർത്തകർ, അതായത് ഉരുള് പൊട്ടി വന്ന ഏറ്റവും മുകളിലത്തെ മേഖലയിലേക്കാണ് അരുൺ ഇപ്പോൾ ഇവരെ കടത്തിവിടുന്നത്. ഇവരിപ്പോൾ പുഞ്ചിരിമട്ടത്തേക്കാണ് പോകുന്നത്. പുഞ്ചിരിമട്ടത്തേക്ക് 50 പേരാണ് പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്നത്. അവരുടെ കൃത്യമായ ID കാർഡുകളൊക്കെ ഉറപ്പാക്കിയാണ്, ID പ്രൂഫൊക്കെ നോക്കിയാണ് വിടുന്നത്. അതിനായി തന്നെ ഒരു ടീം ഇവിടെ ബെയിലി പാലത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കൃത്യമായി ആസൂത്രിതമായ രീതിയിലാണ് ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനായി ആർമി മേൽനോട്ടം വഹിക്കുന്നു, പോലീസ് ഉണ്ട്, ഒപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ടുള്ള ഓരോ ഇടത്തേക്കും 6 സോണുകളിലേക്കും ഈ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉൾപ്പെടുന്ന സോണിലേക്കുള്ള ആളുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 50 പേർക്കാണ് ആ ടീമിൽ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അവരിപ്പോൾ പുഞ്ചിരിമട്ടത്തേക്ക് പോവുകയാണ്. രക്ഷാപ്രവർത്തനം ഇവർ അവിടെ മുകളിൽ എത്തിയതിനു ശേഷം വാഹനങ്ങളിലല്ല കൊണ്ടുപോകുന്നത് എന്ന് തോന്നുന്നു. കാരണം അവർ ബെയിലി പാലത്തിനപ്പുറത്ത് എല്ലാവരും നിൽക്കുകയാണ്. ഒരുപക്ഷെ നടന്നു പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. വാഹനങ്ങൾ ഇവരെ കൊണ്ടുപോകുന്നതിനായി അവിടേക്ക് എത്തിക്കുമോ എന്നത് കൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ടീം ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. അരുൺ, അതായത് ഈ രക്ഷാപ്രവർത്തനത്തിനായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്നവരാണ് ഇവർ വീണ്ടും പോവുകയാണ്. എത്ര പേർക്ക് പെർമിഷൻ ഉള്ളത്? ഈ രണ്ടാമത്തെ ടീമിന് എങ്ങോട്ടേക്കാണ് പോകാൻ പറഞ്ഞിരിക്കുന്നത്? ഇവിടുന്ന് പറയുന്നത് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്കാണ്. സേവാഭാരതിയുടെ 30 അംഗ സംഘം ഇനി പോകുന്നത് മുണ്ടക്കൈയിലേക്കാണ്. പുഞ്ചിരിമട്ടത്തേക്ക് 40 പേരെ വിട്ടു, IRWന്റെ 50 പേരെ വിട്ടു. അതിനുശേഷം മുണ്ടക്കൈയിലേക്ക് ഇപ്പോൾ 30 പേരെ വിടുന്നു. അങ്ങനെ കൃത്യമായി ഓരോ സ്ഥലത്തും ആവശ്യമായ രീതിയിൽ, അതായത് കൂടുതൽ തെരച്ചിൽ വേണ്ട ഇടങ്ങളിലേക്ക് കൂടുതൽ പേരെ വിന്യസിക്കുക. അവിടേക്ക് പോകുന്ന സംഘങ്ങൾ ഇപ്പോൾ ക്യൂ നിന്ന് ഓരോരുത്തരെയായി അങ്ങോട്ട് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ വിഭാഗത്തിൽ നിന്നും എത്ര അംഗങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ സുജയ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് കൂടാതെ കൂടുതൽ യന്ത്രഭാഗങ്ങൾ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൂടുതൽ JCBകളും യന്ത്രങ്ങളും അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞോ, അതോ ഇപ്പോൾ ഇതിനുശേഷം ആളുകൾ അങ്ങോട്ട് പോയ ശേഷമാണോ എത്തിക്കുക? ഇപ്പോൾ ഇതിനകം തന്നെ അവിടെ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ, അതായത് ബെയിലി പാലം തുറന്നതിന് ശേഷം അവിടേക്ക് വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പോകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കയ്യിൽ വുഡ് കട്ടറാണ് പ്രധാനമായും ഉള്ളത്. കാരണം മരങ്ങളാണ് മുറിച്ചു മാറ്റേണ്ടത്. അത് മാനുവലായി ചെയ്യേണ്ട, അതായത് ചെറിയ മരക്കഷ്ണങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. ചെറിയ മരക്കഷ്ണങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഈ വുഡ് കട്ടറുകൾ ഉപയോഗിക്കുക. അതിനുശേഷം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ മരങ്ങൾ അവിടെ നിന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം അത് മറുഭാഗത്തേക്ക് മാറ്റുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിനായിട്ടുള്ള വുഡ് കട്ടറുകളുമായാണ് ഈ സന്നദ്ധ പ്രവർത്തകരെ എല്ലാവരെയും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, വയനാട്ടിൽ നിന്ന് മാത്രമല്ല, വയനാട്, കോഴിക്കോട് തുടങ്ങി ഇടുക്കി തുടങ്ങി പല ഇടങ്ങളിൽ നിന്ന് വന്ന പല സംഘടനകളിൽപ്പെട്ട ആളുകൾ ഇവിടെ ഒന്നിച്ചു ചേർന്ന് രക്ഷാപ്രവർത്തനത്തിനായി ഒറ്റ ടീമായാണ് പോകുന്നത്. അതായത് അതാത് സംഘടനകളുടെ മേൽവിലാസമല്ല അവർക്കുള്ളത്. ഒറ്റ പേര് സന്നദ്ധ പ്രവർത്തകർ എന്ന ഒറ്റ പേരിലാണ് അവരെ ഓരോ ടീമായി തിരിച്ച് വിടുന്നത്. അല്ലാതെ പ്രത്യേകം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതുപോലെയുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് അനുവദനീയമല്ല എന്നതുകൂടി നമ്മൾ പറയുന്നു. കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയ ആളുകളെ മാത്രമാണ് കടത്തിവിടുന്നത്. നമുക്കിനി ഈ KCBയുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വൈദ്യുതി ബന്ധം സ്ഥാപിച്ചാലേ മറ്റു കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഈ KCB ഉദ്യോഗസ്ഥർ ചെയ്ത